കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം CR മഹേഷ് MLA സബ്മിഷനിലൂടെയാണ് ആവശ്യം ഉന്നയിച്ചത്. വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ സബ്മിഷന് മറുപടി നൽകി. സുനാമി ദുരന്തം നടന്ന തീരപ്രദേശം ഉൾപ്പെടുന്ന താലൂക്ക് ആശുപത്രി, ടാങ്കർ ദുരന്തങ്ങളും മറ്റു വാഹന അപകടങ്ങളും അപകട മരണങ്ങളും ദിനംപ്രതി നടന്നുവരുന്ന ആശുപത്രി, എത്രയേറെ പഴക്കമുള്ള മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നതുമായ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഞാൻ ഈ സബ്മിഷനിലൂടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് CR മഹേഷ് MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. 23 ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. നിലവിലുള്ള ഡോക്ടർമാരിൽ പീഡിയാട്രിഷ്യൻ, നേത്രരോഗ വിദഗ്ധൻ, റേഡിയോളജിസ്റ്റ് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് 33 ഡയാലിസിസ് വരെ ഇവിടെ നടത്താനാകും. എന്നിട്ടും നെഫ്രോളജിസ്റ്റ് ഇല്ല. CT സ്കാൻ മെഷീൻ വാങ്ങാൻ തുകയുണ്ടായിട്ടും വർഷങ്ങളായി സർക്കാർ അനുവാദത്തിന് കാത്തിരിക്കുകയാണെന്ന് CR മഹേഷ് MLA സബ്മിഷനിലൂടെ ചൂണ്ടിക്കാട്ടി. ഇത്രയേറെ രോഗികൾ വരുന്ന ആശുപത്രിയിൽ ആകെ 23 ഡോക്ടർമാരുടെ സേവനമാണുള്ളത്. 2100-ഉം 23-ഉം തമ്മിലുള്ള അന്തരം പരിശോധിക്കണം. നിലവിലുള്ള ഡോക്ടർമാരിൽ തന്നെ പീഡിയാട്രീഷ്യൻ, നേത്രരോഗ വിദഗ്ധൻ, റേഡിയോളജിസ്റ്റ് ഇവരില്ല സാർ. ഇവരുടെ ഒഴിവ് ഇപ്പോഴും കിടക്കുകയാണ്. ഇവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇവരെ അടിയന്തരമായി നിയമിക്കണം എന്നാവശ്യപ്പെടുകയാണ്. സർ, MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് 33 ഡയാലിസിസ് നടക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെയും ഒരു നെഫ്രോളജിസ്റ്റ് ഇല്ല. CT സ്കാൻ മെഷീൻ വാങ്ങാൻ പൈസ ഉണ്ടായിട്ടും ഗവൺമെന്റിന്റെ അനുവാദത്തിന് കത്ത് നൽകി കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ കരുനാഗപ്പള്ളിയിൽ ഇതുവരെയും ഒരു ക്യാൻസർ ചികിത്സാ വിഭാഗം ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. നിലവിലുള്ള രോഗികൾ തിരുവനന്തപുരത്തും RCC ഉൾപ്പെടെയുള്ള ദൂരെയുള്ള കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പശ്ചാത്തല സൗകര്യമേറെയുള്ള കരുനാഗപ്പള്ളി ആശുപത്രിയിൽ ഒരു ക്യാൻസർ രോഗ വിഭാഗത്തിന്റെ സെന്റർ ആരംഭിച്ചാൽ ആ പ്രദേശത്തെ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്ക് ഏറെ ആശ്വാസകരമാണ് സാർ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അധിക തസ്തിക അനുവദിക്കുന്നതും ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ സബ്മിഷന് മറുപടി നൽകി. സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഗ്യാപ്പ് അനാലിസിസ് നടത്തി വിശദമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടാതെ ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിന് 90 കോടി രൂപയുടെ ഭരണാനുമതിയും 83.97 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതിയും ലഭ്യമായിട്ടുണ്ട്. നിലവിലെ കെട്ടിടത്തിന്റെ മുകളിലെ 2 നിലകളുടെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ പൂർത്തിയായി. പ്രസ്തുത സ്ഥാപനത്തിലെ കിഫ്ബി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ആയത് ലഭ്യമാവുന്ന മുറയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും. മാഡം, അതിന് പുറമെ ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചൊരു യോഗം കൂടുന്നതാണ്. അതിനുശേഷം ഇതിന്റെ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.